ഹായ്, ഗുഡ് മോർണിംഗ്. ഈ മറ്റേ പെൻഷൻ മേടിക്കുന്നവർക്ക് മസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മസ്റ്ററിങ്ങിന് പോവാണ്. അങ്ങനെ അക്ഷയയിൽ രാവിലെ തന്നെ പോവാം. അടുത്ത സമയം 8 മണിയാവും. 8 മണിയല്ല, 8:30 അപ്പം ഈ സമയം പോയിട്ട് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പോവാം. നല്ല തിരക്കെന്ന് പറയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. സെബ എൻ്റെ സീറ്റ് കൈയടക്കിയായിരുന്നു. അപ്പം ഞാൻ മുറുകിയൊക്കെ ഇരുന്ന ഇപ്പോൾ ആ തീറ്റ തന്നെ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സാം ആയതുകൊണ്ട് അവളെ കയ്യിലെടുത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇറക്കിയതാണ്. അപ്പം അങ്ങനെ നമ്മൾ അക്ഷയുടെ അവിടെ പാർക്കിങ്ങിന് ഇവിടെ എത്തിയിട്ടോ. അമ്മ ഓൾറെഡി അങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകണം, റോഡ് ക്രോസിന് പോകണം. ഇവിടെ ഇല്ല പുള്ളിക്കാരി ഇപ്പോൾ അങ്ങോട്ട് പോയി. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. रोड क्रॉस कर दिया. ഇതാണ് പക്ഷേ പണ്ടാണ് ഇടയ്ക്ക് ഒന്ന് പരിചയം. ഇവിടെ എവിടെയായിരുന്നു സ്ഥലം മാറിപ്പോയോ? ഇറങ്ങി സ്ഥലം മാറിപ്പോയി എന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്ഥലം അല്ലായിരുന്നു, എത്തിപ്പോയായിരുന്നു. ഫോണിൽ തന്നെയാണല്ലോ ഷൂട്ടിങ്. അന്നേരം അമ്മ വിളിച്ചു, അതാ വീഡിയോ കട്ടാക്കി. എൻ്റെ അമ്മ ആളും വെള്ളം തിരക്കും. ഇവിടെ അവിടെ നമ്മൾ 123 വന്നു. ഭിന്നശേഷി പെൻഷൻ ഇവിടെ ഇവിടെ ഇല്ല. വേറെ നമ്മളിപ്പോൾ ഞാൻ തന്നെ എന്നോടാണ് വിചാരിച്ച എന്നോടാണ്. അല്ല അപ്പുറത്ത് വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. 30 രൂപ കേട്ടോ. അത് പെൻഡിങ് കിട്ടോട്ടോ. 30 രൂപ കേട്ടോ. സാനിറ്റൈസർ ആണ് കേട്ടോ. ഇച്ചിരി ഒന്ന് അമർത്തി വെക്കണേ. പഠിക്കുന്നുണ്ടോ? ഡിഗ്രി സെക്കൻഡ് ഇയർ. എവിടെയാണ്? ഭാരത് മാതാ കോളേജ്. ശരിയായില്ല. വേറെ എബ്രഹാമോ? എന്ത് പെൻഷനാണ്? ഇത് ബെല്ലമൗണ്ട് ആവുന്നില്ല. ഇറങ്ങാൻ കാണിക്കുന്നത്
ഈ ടെക്നിക്കലിനൊക്കെ സ്വാഭാവികമല്ലേ സാർ? അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല അല്ലേ മോനെ? എക്സാം ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ മസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞു. വണ്ടിയിലാണ്. പിന്നെ ഇൻഷുറൻസിൻ്റെ കാർ ഇൻഷുറൻസിൻ്റെ പൈസ അറിയണം. അപ്പം അമ്മ അങ്ങനെ അതിനുവേണ്ടി പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ഡെഡിക്കേറ്റഡ് ടു മസ്റ്ററിങ് ആണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിലേക്കും ഇന്ന് പോണില്ല. പിന്നെ ഇപ്പം നിങ്ങൾ അക്ഷയയിലുള്ള ആൾക്കാരുടെ ആ ഒരു പെരുമാറ്റവും മറ്റുമൊക്കെ കണ്ടില്ലേ? എന്ത് നന്നായിട്ട് അവരുടെ ഇടപെടണേ. ചില അക്ഷയുണ്ട് അവിടെ നമുക്ക് ദിവസം പോക്കാണ്. കാരണം അത്രയും മോശമായിട്ട് നമ്മളോട് പെരുമാറി നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരം പെരുമാറ്റങ്ങൾ ചില അക്ഷയയിൽ ഉണ്ട്. ഇവിടെ നോക്കൂ, എന്ത് നന്നായിട്ട് അവർ നമ്മൾ ഡീൽ ചെയ്തു, എന്ത് മാന്യമായിട്ടാണ് അവരോട് നമ്മൾ സംസാരിച്ചത്, അവർ നമ്മളോട് സംസാരിച്ചത്. ഒഴിച്ചു പോയത്. പിന്നെ ഇതിനിടയ്ക്ക് നെറ്റ് പോയായിരുന്നു. നെറ്റ് പോയ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ചെയ്തത്. നെറ്റ് പോയ സമയത്തായാലും അവർ വളരെ ക്ഷമയോടെ നമ്മളോട് നെറ്റ് പോയതാട്ടോ എന്ന് പറഞ്ഞ ഭാഗം വീഡിയോയിലുണ്ട്, ഉൾപ്പെടുത്തും എഡിറ്റിങ്ങിൻ്റെ സമയത്ത്. കട്ട് ചെയ്ത് അപ്പോൾ അതിൽ ഉൾപ്പെടുത്തും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാണ് അവസ്ഥ. നെറ്റ് പോകുന്നതൊക്കെ സർവ്വസാധാരണമാണ്. ഞാൻ നെറ്റ് പോകാനല്ല ഞാൻ പറഞ്ഞത്. ചില അക്ഷയയിൽ ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. ഈവൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞല്ലോ, അവരെന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചിന്തയായിരിക്കും നമ്മളെല്ലാവരുടെയും മനസ്സിൽ. അപ്പം അതുകൊണ്ട് അക്ഷയയിലുള്ള എല്ലാവരും എന്താ പറയുക, നല്ല രീതിയിൽ വരുന്ന ആൾക്കാരോട് പെരുമാറുക. അപ്പം ഇപ്പം ഈ പറഞ്ഞാലും നമുക്കായാലും ഇനി പിന്നെ ഇപ്പം ഞങ്ങൾ പോയ അക്ഷയയിലാണ്. ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ എപ്പോഴും പോകണം. എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ 1-2 വട്ടം ഈ അക്ഷയ കണ്ടിട്ടുണ്ടാവും, ഡെയിലി ബ്ലോഗ് ചെയ്യുന്നതായതുകൊണ്ട്. ഇതിനു മുമ്പ് മസ്റ്ററിങ്ങിനാണോ എന്തിനും ഒരു കാര്യത്തിന് അക്ഷയ ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വീട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 200ാമത്തെ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. കാണാം. അപ്പോൾ ഓക്കെ, തരാം. ബൈ.